ഈ ലോകത്തെ ഏറ്റവും നന്മയുള്ള നല്ല മനുഷ്യർ വസിക്കുന്ന പ്രദേശം. പണ്ടൊക്കെ നമ്മുടെ നാടിനെക്കുറിച്ച് മുത്തശ്ശിമാർ കൊച്ചുമക്കളോട് ഇങ്ങനെ പല കഥകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ നല്ല നാടിൻ്റെ ഓർമ്മകൾ ചില മുത്തശ്ശി കഥകളിൽ മാത്രമേ ഇനി കേൾക്കാൻ കഴിയൂ. കാരണം മനുഷ്യത്വം നശിച്ചവരുടെ, അക്രമികളുടെ, നന്മ തൊട്ട് തീണ്ടാത്തവരുടെ നാടായി കേരളം മാറുകയാണ്. സ്വന്തം വീട്ടിലും പൊതുസ്ഥലത്തും കുട്ടികളും സ്ത്രീകളും അതിക്രമത്തിന് ഇരകളാകുന്നു. കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായ അവസ്ഥ. ലഹരിയിൽ അടിഞ്ഞാടുന്ന യുവാക്കൾ, പാവപ്പെട്ടവരെ പോലും കൊള്ളയടിക്കുന്ന സംഘങ്ങൾ. മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസും വയനാട്ടിൽ വിദേശ വനിതയെ പീഡിപ്പിച്ച സംഭവവും പുറത്തു വന്നത് ഈ പകലാണ്. ആ കേസുകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസ് പലരും കേട്ടത് നടുക്കത്തോടെയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് 3 അംഗ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡനത്തിന് ഇരയാക്കിയത്. ആക്രമണം ചെറുക്കുന്നതിനിടെ പരിക്കേറ്റ യുവതി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നാലെയാണ് അവർ പോലീസിൽ പരാതിപ്പെട്ടത്. കേസിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊച്ചുകുട്ടികളെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവങ്ങളും വളാഞ്ചേരിയിലെ കൂട്ടബലാത്സംഗവും ഭയപ്പെടുത്തുന്നതാണ്. ഈ മാസം 16-നാണ് കേസിനാസ്പദമായ സംഭവം. ബന്ധുവീട്ടിലായിരുന്നു യുവതി. രാത്രി 3 പേർ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്നു തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി പോലീസിന് നൽകിയ പരാതി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന യുവതി സുഹൃത്തിനോടാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത്. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. അതിക്രമം നടത്തിയവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും യുവതി മൊഴി നൽകി. തിരൂർ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘമാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയെടുക്കുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. യുവതിയുടെ വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് പ്രകാരം നടത്തും. തിരൂർ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ന്യൂസ് 18 മലപ്പുറം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് കരുതിയാണ് വിദേശികൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ പച്ചപ്പും പ്രകൃതി സൗന്ദര്യവും മനോഹരമായ സ്ഥലങ്ങളും പോലെ മനുഷ്യരും അങ്ങനെയാണെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഈ നാടിന് തന്നെ നാണക്കേടുണ്ടാക്കാൻ ചില വെറുക്കപ്പെട്ട ജന്മങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വയനാട് തിരുനെല്ലിയിൽ വിദേശ വനിതയെ പീഡിപ്പിച്ചത് റിസോർട്ട് ജീവനക്കാരനാണ്. വയനാട് സന്ദർശിക്കാനായി എത്തിയ നെതർലൻഡ് സ്വദേശിനിയായ യുവതിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം 25-കാരി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ഡിസംബർ ആദ്യമാണ് ഓൺലൈൻ ബുക്കിംഗ് വഴി യുവതി തിരുനെല്ലിയിലെ റിസോർട്ടിലെത്തിയത്. നെതർലാൻഡ്സിൽ തിരിച്ചെത്തിയ ശേഷം ADGPക്ക് ഇമെയിൽ വഴി പരാതി അയക്കുകയായിരുന്നു. ഈ മാസം 14-നാണ് പരാതി നൽകിയത്. തിരുമു ചികിത്സയ്ക്കിടെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതായും ലൈംഗികാതിക്രമം നടത്തിയതായുമാണ് യുവതിയുടെ പരാതി. ഇന്ത്യയിൽ പരാതി നൽകേണ്ട നടപടിക്രമങ്ങൾ അറിയാത്തതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് വിവരം. അതേസമയം പരാതി ലഭിച്ച് ഒരാഴ്ചയോളമായിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് വിവിധ സംഘടനകൾ രംഗത്തെത്തി. എന്നാൽ സംഭവത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പരാതിയിൽ പൂർണ്ണമായ വിവരങ്ങളില്ലാത്തതിനാലാണ് മറ്റു നടപടികളിലേക്ക് കടക്കാൻ സാധിക്കാത്തതെന്നുമാണ് പോലീസിന്റെ നിലപാട്. അതിക്രമം കാട്ടിയ റിസോർട്ട് ജീവനക്കാരനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നു. ന്യൂസ് 18 വയനാട്. ഇടുക്കി പൈനാവിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് യുവാവ് ഭാര്യാമാതാവിനെയും ബന്ധുവായ കുഞ്ഞിനെയും പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പോലീസ് പട്രോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മരുമകന്റെ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചെന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് രാവിലെ പുറത്തു വന്നത്.
ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പൈനാവ് സ്വദേശിനി അന്നക്കുട്ടിയാണ് മരിച്ചത്. ഇവർക്കൊപ്പം പൊള്ളലേറ്റ 2 വയസ്സുകാരി ആശുപത്രിയിലാണ്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി സന്തോഷിനെ പോലീസ് പിന്നീട് പിടികൂടിയിരുന്നു. കഴിഞ്ഞ ജൂൺ 5-ന് ഉച്ചകഴിഞ്ഞ് പൈനാവ് 56 കോളനിയിലെ വീട്ടിലെത്തിയ മരുമകൻ കഞ്ഞിക്കുഴി നിരപ്പിൽ സന്തോഷ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച ശേഷം തീവയ്ക്കുകയായിരുന്നു. ഭാര്യാമാതാവ് അന്നക്കുട്ടിക്കും ചെറുമകൾ 2.5 വയസ്സുള്ള ദിയയ്ക്കും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്നക്കുട്ടി മരിച്ചത്. ഒളിവിൽ പോയ സന്തോഷ് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി അന്നക്കുട്ടിയുടെ വീടിനും മകൻ താമസിക്കുന്ന വാടക വീടിനും തീവച്ച ശേഷം കടന്നു കളഞ്ഞിരുന്നു. പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോഡിമെട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. റിമാൻഡിലായ പ്രതിയെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയതിനിടെയാണ് അന്നക്കുട്ടിയുടെ മരണം. ഇതേ തുടർന്ന് തെളിവെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. സന്തോഷിന്റെ ഭാര്യയ്ക്ക് വിദേശത്താണ് ജോലി. ഭാര്യയുടെ ശമ്പളം മുഴുവൻ തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതി സന്തോഷ് തർക്കമുണ്ടാക്കിയതും തുടർന്ന് ഭാര്യാമാതാവിനെ കൊലപ്പെടുത്തിയതും. ന്യൂസ് 18 ഇടുക്കി. സാമ്പത്തിക തർക്കവും വ്യക്തിവിരോധങ്ങളും തട്ടിക്കൊണ്ടുപോകലിലും അക്രമത്തിലും കലാശിക്കുന്ന സംഭവങ്ങൾ. പോലീസിനെയും നമ്മുടെ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അക്രമി സംഘങ്ങൾ വിലസുന്നത്. തൃശൂർ താനിയാത്ത് യുവാവിനെ പോലീസെന്ന് പറഞ്ഞ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ രാത്രിയിലാണ്. മണിക്കൂറുകൾക്കകം യുവാവിനെ എറണാകുളം പറവൂരിൽ നിന്നും കണ്ടെത്തുകയും സംഘത്തെ പിടികൂടുകയും ചെയ്തു. എറണാകുളം സ്വദേശികളായ വിനിൽ, നിതീഷ്, ആന്റണി റോഷൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിങ്ങോട്ടുകര സ്വദേശി വാഴൂർ വീട്ടിൽ കൃഷ്ണദേവനെ വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ നിന്നാണ് കാറിലെത്തിയ 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസുകാരാണെന്ന് പറഞ്ഞ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ അന്തിക്കാട് പോലീസിൽ വിവരമറിയിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം എറണാകുളം ഭാഗത്തേക്കാണ് പോയതെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു സ്റ്റേഷനുകളിലേക്ക് പോലീസ് വിവരം കൈമാറി. തുടർന്ന് പറവൂർ ഭാഗത്ത് വെച്ച് അവിടെ നിന്നുള്ള പോലീസ് സംഘമാണ് കാർ തടഞ്ഞ് പ്രതികളെ പിടികൂടിയതും യുവാവിനെ രക്ഷിച്ചതും. എറണാകുളം സ്വദേശികളായ ബിനിൽ, നിതീഷ്, ആന്റണി റോഷൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹനം വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ കാരണമെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. പുതിയ തലമുറയ്ക്ക് വിവാഹത്തോട് താല്പര്യമില്ല. പകരം ഇഷ്ടപ്പെട്ടവർക്കൊപ്പം ജീവിക്കാൻ ലിവിംഗ് ടുഗദർ റിലേഷൻ മതി. യാതൊരു ബാധ്യതയോ കെട്ടുപാടുകളോ ഇല്ല എന്നതാണ് യുവതി യുവാക്കളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ലിവിംഗ് ടുഗദർ റിലേഷൻ എന്ന് പറഞ്ഞ് ജീവിക്കും. ബന്ധം പിരിയുമ്പോൾ പീഡന പരാതി. ഇത്തരമൊരു സംഭവമാണ് കൊല്ലം കടയ്ക്കലിലുണ്ടായത്. 1.5 വർഷത്തോളം ലിവിംഗ് ടുഗദറായി ജീവിക്കുകയും അവസാനം പീഡന പരാതി നൽകുകയും ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. കുറ്റിക്കാട് സ്വദേശിയായ അനുജിത്തിനെയാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നെങ്കിലും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് യുവതിയെ ഭീഷണിപ്പെടുത്തിയതോടെയാണ് പ്രതി കുടുങ്ങിയത്. കൊല്ലം കടയ്ക്കലിൽ 30-കാരിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് 25-കാരൻ അറസ്റ്റിലായത്. 2021 മുതൽ പീഡിപ്പിച്ചു വരികയാണെന്നാണ് യുവതിയുടെ പരാതിയിലുള്ളത്. 9 മാസം മുമ്പ് തിരുവനന്തപുരത്ത് ഇവർ ഫ്ളാറ്റ് എടുത്ത് താമസിച്ചിരുന്നു. തുടർന്ന് 6 മാസം ബംഗളൂരുവിലും താമസിച്ചു. പിന്നീടാണ് തമ്മിൽ പിണങ്ങിയതും കഴിഞ്ഞ ദിവസം കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ യുവതി പീഡന പരാതി നൽകിയതും. യുവതിക്ക് 20 വയസ്സെന്ന് പറഞ്ഞാണ് തന്നെ പരിചയപ്പെട്ടതെന്നും തുടർന്നാണ് പ്രണയത്തിലായതെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു.
ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം യുവതിക്ക് 30 വയസ്സുണ്ടെന്ന് മനസ്സിലായി. വിവാഹിതയായിരുന്നു എന്ന കാര്യവും മറച്ചുവെച്ചതായി യുവാവ് പോലീസിന് മൊഴി നൽകി. വിദേശത്തുള്ള ഭർത്താവ് അറിയാതെയാണ് യുവതി ഇയാൾക്കൊപ്പം ജീവിച്ചിരുന്നത്. ഹോസ്റ്റലിൽ താമസിക്കുന്നു എന്നായിരുന്നു ഭർത്താവിനോട് ഇവർ പറഞ്ഞിരുന്നത്. സംഭവം അറിഞ്ഞ ഭർത്താവ് യുവതിയെ ഉപേക്ഷിച്ചു. കാമുകനും കൈയൊഴിഞ്ഞതിനെ തുടർന്നാണ് യുവതി പോലീസിനെ സമീപിച്ചത്. മുമ്പ് യുവാവിനെയും യുവതിയെയും സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും യുവതിയെ ഇനി ശല്യം ചെയ്യരുതെന്ന് യുവാവിന് താക്കീത് നൽകിയിരുന്നതായും പോലീസ് പറഞ്ഞു. വീണ്ടും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും സ്വകാര്യ നിമിഷത്തിൽ പകർത്തിയ വീഡിയോകൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് മാനസികമായി തളർത്തുകയും ചെയ്തെന്ന യുവതിയുടെ പരാതിയെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവാവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ യുവതി വീണ്ടും പരാതി നൽകുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. സംസ്ഥാനത്തെ ആദ്യ ഡീപ് ഫേക്ക് തട്ടിപ്പ് കേസ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ സുഹൃത്തിന്റെ മുഖം വ്യാജമായി കാണിച്ച് റിട്ടയർഡ് ഉദ്യോഗസ്ഥനിൽ നിന്നും പണം തട്ടിയത്. കേസിൽ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. പ്രധാന പ്രതി ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അലി എന്ന പ്രശാന്താണ് ഒടുവിൽ അറസ്റ്റിലായത്. കോഴിക്കോട് പാലാഴി സ്വദേശി രാധാകൃഷ്ണനിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിലാണ് നടപടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കോഴിക്കോട് പാലാഴി സ്വദേശിയായ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണനിൽ നിന്ന് 40,000 രൂപയാണ് ഇതര സംസ്ഥാനക്കാരായ പ്രതികൾ തട്ടിയെടുത്തത്. കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു കേരളത്തെ നടുക്കിയ തട്ടിപ്പ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ച് വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട പ്രധാന പ്രതി ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അലി എന്ന പ്രശാന്താണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഗുജറാത്ത് സ്വദേശി കൗശൽ ഷാ, മഹാരാഷ്ട്ര സ്വദേശികളായ സിദ്ദേശ് ആനന്ദ്, കാർവെ, ഷെയ്ഖ് മുർത്തസ ഹയാത്ത്, അമരീഷ് അശോക് പാട്ടീൽ എന്നിവരാണ് മറ്റു പ്രതികൾ. ഇവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. തട്ടിപ്പിനായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ പ്രതിയിൽ നിന്നും കണ്ടെത്തിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഇതിലെ കൗശൽശാല ഒരു റോളുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ ഈ ടീം പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്നത് പല ആൾക്കാർ പല റോളുണ്ട്. ആ റോളുകളിൽ അവർക്ക് ആ രീതിയിൽ ആ ശതമാനം പൈസ കിട്ടും. കൗശൽശാല മെയിനാണോ സിം നമ്പർ ഓർ അക്കൗണ്ട് ലൈക്ക് മൊബൈൽ നമ്പർ ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ. പിന്നെ ഒരു പൈസ വിഡ്രോ ചെയ്ത് 200 ഷേഖ് ഹയാത്ത് ബായി ഗുജറാത്ത്കാർ തന്നെയാണോ. ഇയാളുടെ പൈസ വിഡ്രോ ചെയ്ത് മറ്റു ആൾക്കാരിലെ കൊടുക്കാനുള്ള പരിപാടിയാണോ. ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് വ്യക്തികളുടെ രൂപവും ശബ്ദവും വ്യാജമായി ഉണ്ടാക്കി സംസ്ഥാനത്ത് നടത്തിയ ആദ്യ തട്ടിപ്പ് കേസായിരുന്നു ഇത്. വാട്സാപ്പ് വീഡിയോയിൽ വന്നത് മുൻപ് കൂടെ ജോലി ചെയ്ത ആളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പണം കവർന്നത്. പ്രശാന്തിന് തട്ടിപ്പ് നടത്താൻ സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും സംഘടിപ്പിച്ചു നൽകിയത് അമരീഷ് അശോക് പാട്ടീൽ, സിദ്ദേശ് ആനന്ദ്, കർവെ എന്നിവരാണ്. ഗോവയിലെ ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നായിരുന്നു ഇവരെ പിടികൂടിയത്. തട്ടിപ്പ് നടത്തിയ ഗൂഗിൾ പേ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും നൽകിയ കൗശൽ ഷാ ഡൽഹിയിൽ നിന്നാണ് പിടിയിലായത്. കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാനായത് പോലീസിന് അഭിമാനമായി. ന്യൂസ് 18 കോഴിക്കോട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളെ ചൂഷണം ചെയ്യാൻ വിസ തട്ടിപ്പ് സംഘങ്ങൾ സംസ്ഥാനത്ത് സജീവമാണ്. തൃശൂർ ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഗ്നീർ എന്ന സ്ഥാപനം വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങിയ നിരവധി ചെറുപ്പക്കാരാണ് തട്ടിപ്പിന് ഇരകളായത്. അഗ്നീർ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കാറളം സ്വദേശി നിഷ, ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ അഗ്നീർ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ കാറളം സ്വദേശി നിഷ, ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. 12 പേരാണ്
പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. 5 പേരുടെ പരാതി സ്വീകരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതിയുമായി എത്തിയവരോട് പണം അയച്ചു നൽകിയ ബാങ്ക് പരിധിയിൽ പരാതി നൽകാൻ പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടും വർക്ക് പെർമിറ്റ് വരാണ്ടായപ്പോൾ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ ഓഫായി കണ്ടു. അത് നമ്മൾ സ്ഥാപനത്തിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സ്ഥാപനം അവിടെ പൂട്ടി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അതനുസരിച്ച് നമ്മൾ അവരുടെ വീട് കീഴ്ത്താണിയിലാണ്. അവരുടെ പേര് നിഷ സുനിൽകുമാർ എന്നാണ്. ഹസ്ബൻഡിന്റെ പേര് സുനിൽകുമാർ. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. ചെമ്പിപ്പറമ്പിൽ നിന്നാണ് അവരുടെ വീട്ടും പേര്. അപ്പൊ അവരുടെ ഹസ്ബൻഡ് പറഞ്ഞ 1.5 മാസമായിട്ട് ഇവര് തമ്മിൽ ഒരു ബന്ധമില്ല. അവരിവിടുന്ന് പോയി. അവരുടെ വീട് പാലക്കിലാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് പേര് പാലക്കിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഇല്ല, ദുബായിലാണ്. അങ്ങനെ അവരുടെ മോൻ ഞങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് വന്നു. അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് 6 മാസം സമയം കൊടുക്കണം, എല്ലാവരുടെ ക്യാഷും തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോയി. ജനുവരി 5-ാം തീയതി 50,000 രൂപ അവരുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞൊരു 2 ലക്ഷം രൂപ കൂടെ ഞാൻ അഡീഷണൽ അവരുടെ ക്യാഷായിട്ട് കൊടുത്തു. ഇതിന്മേൽ ഞങ്ങളത് കഴിഞ്ഞൊരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പുറത്തേക്കുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു. ഇതൊരു 3 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടക്കാതായിട്ട് ഞാൻ ഓഫീസിൽ അന്വേഷിച്ചിരുന്നു. അപ്പം അവിടുത്തെ സ്റ്റാഫുകൾ മാത്രമുണ്ടായിരുന്നു. ഇവരുമായിട്ട് ബന്ധപ്പെടാൻ നടക്കുന്നില്ല. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് BJP ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതികളും കോൺഗ്രസ് നേതാക്കളും നിൽക്കുന്ന ചിത്രങ്ങളും BJP പുറത്തുവിട്ടു. തട്ടിപ്പ് നടത്തിയ ദമ്പതിമാർ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളാണെന്നാണ് ആരോപണം. മുൻ MP TN പ്രതാപൻ, JB മേത്തർ MP എന്നിവരോടൊപ്പം പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളാണ് BJP സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. തട്ടിപ്പിനിരയായവരുടെ പണം തിരിച്ചു നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് AIYF ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തൃശൂർ. അപകടത്തിന് ശേഷം വാഹനവുമായി മുങ്ങുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് എന്നെങ്കിലും നിങ്ങൾക്ക് പിടിവീഴുമെന്ന് മറക്കരുത്. കോഴിക്കോട് വടകരയിൽ മാസങ്ങൾക്ക് മുൻപ് കാറിടിച്ച് ലോറിക്കടിയിൽപ്പെട്ട യുവാവ് മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ കാർ പോലീസ് കണ്ടെത്തി. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കാറാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത്. മൂരാട് സ്വദേശി ബബുലേഷ് മരിച്ച കേസിലാണ് മാസങ്ങൾക്ക് ശേഷം വഴിത്തിരിവായത്. കാർ ഓടിച്ചിരുന്ന തൃശൂർ സ്വദേശി ദിനേശ് കൊല്ലപ്പള്ളി എന്നയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഡിസംബർ 19 വടകര അടക്കാത്തെരുവിന് സമീപം ദേശീയപാതയിലാണ് അപകടം നടന്നത്. ചോമ്പാലയിൽ നിന്ന് വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയും ബബുലേഷ് ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ് മരിക്കുകയുമായിരുന്നു. അപകടത്തിനിടയാക്കിയ കാറ് നിർത്താതെ മാഹി ഭാഗത്തേക്ക് ഓടിച്ചുപോയി. കാറാണ് അപകടത്തിനിടയാക്കിയതെന്ന് പരിസരത്തെ കടയിലെ തൊഴിലാളിയും ബസ് ഡ്രൈവറും പോലീസിൽ മൊഴി നൽകിയിരുന്നു. എന്നാൽ കാറിന്റെ നമ്പർ ഇവർ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ മൊഴികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോയത്. കൊയിലാണ്ടി മുതൽ മാഹി വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെയും മറ്റും 50-ലധികം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഈ ദൃശ്യങ്ങളിൽ ദേശീയപാതയിലെ പല സ്ഥലങ്ങളിലും കാറിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. മടപ്പള്ളിക്കടുത്ത് വെച്ച് കാറിന്റെ ഡ്രൈവർ മാറി മറ്റൊരാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതായുള്ള CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനിടെ കാറിന്റെ നമ്പർ ശേഖരിച്ച് പോലീസ് സംഘം ഉടമയുമായി ബന്ധപ്പെട്ടെങ്കിലും ബന്ധുവിന് നൽകിയതാണെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇയാളുടെ ബന്ധുവാണ് കാറ് ദിനേശിന് വിവാഹ ആവശ്യാർത്ഥം നൽകിയതെന്ന് പിന്നീട് അറിയിച്ചു. തുടർന്ന് ദിനേശിനെയും കാറിലുണ്ടായിരുന്ന ആളെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും അപകടകാര്യം ഇരുവരും നിഷേധിക്കുകയായിരുന്നു. മാഹി വരെ സഞ്ചരിച്ചതായും എന്നാൽ കാർ അപകടത്തിൽ പെട്ടിട്ടില്ലെന്നുമായിരുന്നു ഇവരുടെ മൊഴി. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ കാർ തന്നെയാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട ബൈക്കിലിടിച്ച അജ്ഞാത വാഹനത്തിന്റെ പെയിന്റ് പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു. ഈ പെയിന്റും കാറിന്റെ പെയിന്റും കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിച്ചപ്പോൾ രണ്ടും ഒരേ പെയിന്റാണെന്ന് തെളിഞ്ഞു.
തുടർന്ന് കാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാർ ഓടിച്ച ദിനേശ് കൊല്ലപ്പള്ളി എന്നയാൾക്കെതിരെ കുറ്റപത്രം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 വടകര. സംസ്ഥാനത്ത് വാഹനമോഷണ സംഘങ്ങൾ സജീവമാണ്. ഒന്ന് കണ്ണു തെറ്റിയാൽ ഇരുചക്ര വാഹനങ്ങളുമായി മോഷ്ടാക്കൾ കടന്നുകളയും. മലപ്പുറം ചങ്കരംകുളത്ത് കടയ്ക്ക് മുന്നിലിരുന്ന ബൈക്ക് മോഷ്ടിച്ച് കടത്തിയ യുവാവിനെ പോലീസ് പിടികൂടി. പൊന്നാനി സ്വദേശി നാലകത്ത് ഷാഫിയാണ് ചങ്ങരംകുളം പോലീസിന്റെ പിടിയിലായത്. ഇയാൾ ബൈക്ക് മോഷണം, കഞ്ചാവ് വിൽപ്പന അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ചിയാനൂരിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനം നടത്തുന്ന ഷറഫുദ്ദീന്റെ ബൈക്ക് മോഷണം പോയത്. ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സഹിതം ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് പോലീസ് പ്രദേശത്തെ മറ്റ് CCTV ക്യാമറകളടക്കം പരിശോധിച്ച് നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ കണ്ടെത്താൻ സഹായകരമായത്. പൊന്നാനിയിൽ നിന്നാണ് അന്വേഷണ സംഘം പ്രതി നാലകത്ത് ഷാഫിയെ പിടികൂടിയത്. മോഷണം പോയ ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട്. പൊന്നാനി, കുറ്റിപ്പുറം, പെരുമ്പടപ്പ് സ്റ്റേഷൻ പരിധികളിൽ ബൈക്ക് മോഷണം, കഞ്ചാവ് വിൽപ്പനയടക്കം 10ലധികം കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷാഫിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതിയെ തെളിവെടുപ്പിന് ശേഷം പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തിരൂർ. കൊല്ലം കൊട്ടാരക്കരയിൽ കുറച്ചു ദിവസങ്ങളായി മോഷണം നിത്യസംഭവമായിട്ടുണ്ട്. ചെങ്ങമ്മനാട് പ്രവർത്തിക്കുന്ന ലെതർ മാർട്ടിൽ നിന്നും പണവും വിലപിടിപ്പുള്ള ചെരുപ്പുകളും ബാഗുകളും കവർന്നതാണ് ഒടുവിലത്തെ സംഭവം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം ബൈക്കുകളും ഇവിടെ നിന്നും മോഷണം പോയിരുന്നു. ഓടുപൊളിച്ച് കടയ്ക്കുള്ളിലിറങ്ങിയ മോഷ്ടാവ് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മുഖം മറച്ചാണ് മോഷണം നടത്തിയത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 50,000 രൂപയും ഷൂസുകളും വിലപിടിപ്പുള്ള ബാഗുകളും മോഷ്ടാവ് കൈക്കലാക്കി. പുലർച്ചെ കട തുറക്കാനെത്തിയ ജീവനക്കാരിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. 9 മണിയൊക്കെ കട തുറക്കുന്നു. അപ്പൊ ഇതിനകം നല്ല വെട്ടം കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് മുതലാളി വിളിച്ച് ചോദിച്ച് ഇതിനകത്ത് വെട്ടം കാണുന്നുണ്ട്, ഇതിനകത്ത് ആരും ഇറങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് ഞാൻ കൗണ്ടറിൽ പോയി പൈസ നോക്കുമ്പോൾ പൈസയില്ല. അങ്ങനെ സംശയം വെച്ചാൽ നോക്കുന്നത്. കുന്നിക്കോട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം തുടങ്ങി. കടയ്ക്കുള്ളിലെയും സമീപത്തെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി കൊട്ടാരക്കരയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം വർദ്ധിക്കുകയാണ്. ക്ഷേത്രവഞ്ചികൾ കുത്തിത്തുറക്കലും ബൈക്ക് മോഷണവും വ്യാപാര സ്ഥാപനങ്ങളിലെ കവർച്ചയും പതിവായിട്ടുണ്ട്. മിനർവ തിയേറ്റർ ജീവനക്കാരൻ ഷിബിന്റെ ബൈക്കും പനവേലി സ്വദേശിയുടെ സ്കൂട്ടറും കഴിഞ്ഞ ദിവസം മോഷണം പോയിരുന്നു. പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കണം എന്ന ആവശ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. മനോധൈര്യം കൈവിടാതിരുന്നാൽ ഏതാക്രമണത്തെയും ചെറുത്തു തോൽപ്പിക്കാം. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു വാർത്ത അതിന് തെളിവാണ്. ഹൈദരാബാദിലെ ജ്വല്ലറിയിൽ ബുർഖ ധരിച്ചെത്തി മോഷണശ്രമം നടത്തിയ ആയുധധാരികളായ മോഷ്ടാക്കളെ കടയുടമയും മകനും നേരിട്ടത് കസേര കൊണ്ടാണ്. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് നടന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ബൈക്കിലെത്തിയ 2 പേരാണ് ജുവലറിയിൽ അതിക്രമിച്ച് കയറിയത്.
ഒരാൾ ബുർഖയും മറ്റേയാൾ ഹെൽമറ്റും ധരിച്ചിരുന്നു. കടയുടമ ശേഷാറാമിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം മോഷണത്തിന് തുനിഞ്ഞെങ്കിലും ധൈര്യം വിടാതെ ശേഷാറാമും മകൻ സുരേഷും മോഷ്ടാക്കളെ നേരിടുകയായിരുന്നു. ഉച്ചത്തിൽ നിലവിളിക്കുകയും കസേര കൊണ്ടെറിയുകയും ചെയ്തതോടെ മോഷ്ടാക്കൾ ഇറങ്ങി ഓടി. പുറത്തു വച്ചിരുന്ന ബൈക്കിൽ കയറി ഇവർ രക്ഷപ്പെടുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബുർഖധരിച്ചയാൾ യൂവനറിൽ കയറിയ ഉടനെ ശേഷാറാമിന്റെ തോളിൽ ആഞ്ഞുകുത്തി. ഈ സമയം ഇയാളുടെ കൂട്ടാളി സഞ്ചിയിൽ ആഭരണങ്ങളും പണവും വാരിയിടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കയ്യിൽ കിട്ടിയ കസേര കൊണ്ട് ശേഷാറാം കവർച്ചക്കാരുടെ തലക്കടിച്ചു. മകനും ഉറക്കെ നിലവിളിച്ച് ആളെ കൂട്ടുകയും കസേരകളെടുത്ത് മോഷ്ടാക്കളെ എറിയുകയും ചെയ്തു. ഇതോടെ സഞ്ചി ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെടുകയായിരുന്നു. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 25 മീറ്റർ അകലെയാണ് കവർച്ചാശ്രമം നടന്നത്. ക്രിമിനൽ സംഘമായ ബെവാറിയയിൽപ്പെട്ടവരാണ് മോഷ്ടാക്കളെന്നാണ് സംശയം. ഇവരെ കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഹൈദരാബാദ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മ്യാൻമാർ തായ്ലൻഡ് വ്യാജ റിക്രൂട്ട്മെന്റ്